നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കുരുന്നുകളെ അടക്കം അതിക്രൂരമായി കൊന്നൊടുക്കി വംശഹത്യ തുടരുന്ന ഗസയിൽ പള്ളി റെസ്റ്റോറന്റാക്കി ഇസ്രായേൽ സേന. ആക്രമണം രൂക്ഷമായ റഫ അതിർത്തി മേഖലയിലെ മസ്ജിദാണ് സൈനികർ റെസ്റ്റോറന്റാക്കി മാറ്റിയത്. ഇതിനെതിരെ ജനരോഷം ശക്തമാണ്. സംഭവത്തിന്റെ വീഡിയോ പുറത്തുവന്നു. ഗസയുടെയും ഈജിപ്തിന്റെയും അതിർത്തിയായ റഫേൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുള്ളിൽ കയറി മേശകളും പാത്രങ്ങളും ഉൾപ്പെടെ നിരത്തി ഇസ്രായേൽ സൈനികർ ഭക്ഷണം തയ്യാറാക്കുന്നത് വീഡിയോയിൽ കാണാം. നിരവധി ഇസ്രായേൽ സൈനികരാണ് പള്ളിക്കുള്ളിലുള്ളത്. ചിലർ ഭക്ഷണം എടുക്കുന്നതും മറ്റു ചിലർ അകത്തും പുറത്തും തോക്കുമായി നിൽക്കുന്നതായും വീഡിയോയിലുണ്ട്. പള്ളിക്ക് പുറത്ത് ഇസ്രായേലി ടാങ്കറുകളും നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾ ആരാധന നടത്തുന്ന ഏറ്റവും പ്രധാന പള്ളിയാണിത്. ആഴ്ചകളായി റഫയിലും കടന്നുകയറി വ്യാപക ആക്രമണത്തിലൂടെ കൂട്ടക്കൊല തുടരുന്ന അധിനിവേശ സേന ഈ പള്ളിയിലും കൈയടക്കി ഭക്ഷണശാലയാക്കുകയായിരുന്നു. പ്രദേശവാസികൾക്ക് ഈ ആരാധനാലയത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചാണ് നടപടി. ഒക്ടോബർ 7 ശേഷം ഗസയിൽ മാത്രം ഇതുവരെ 1000-ലേറെ പള്ളികളാണ് ഇസ്രായേൽ സേന തകർത്തതെന്ന് അധികൃതർ പറയുന്നു. ഇതിൽ ഭൂരിഭാഗവും പൂർണ്ണമായും തകർന്നവയാണ്. പള്ളികളുടെ പുനർനിർമ്മാണത്തിനായി ഏകദേശം $500 മില്യൺ ചെലവ് വരുമെന്നും ഗസ എൻഡോമെന്റ് മതകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പള്ളികൾ തകർത്തതിന്റെ വീഡിയോകൾ ഇസ്രായേൽ സൈനികർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഫെബ്രുവരിയിൽ ഒരു ഇസ്രായേൽ സൈനികൻ ഗസയിലെ ഒരു പള്ളിയിൽ ബോംബാക്രമണം നടത്തിയതിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ മാസം ഗസ മുനമ്പിൽ ഒരു ഇസ്രായേൽ സൈനികൻ ഖുറാനിന്റെ പകർപ്പ് തീയിലേക്ക് വലിച്ചെറിയുന്ന വീഡിയോ പുറത്തുവന്നിരുന്നു. ഇത് വ്യാപക പ്രതിഷേധത്തിനും വിമർശനത്തിനും കാരണമാവുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.